കഥ സ്വപ്നമായിരുന്നെങ്കിൽ. നിർത്താതെയുള്ള ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് അയാൾ ഉറക്കത്തിൽ നിന്നുണർന്നത്. ചടവോടെ ഫോൺ എടുക്കാൻ എഴുന്നേറ്റ അയാൾ വെറുതെ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി. 9:30 മണിയായിരിക്കുന്നു. ഓ, അവൾ പോയതിനു ശേഷം വെറുതെ ഒന്ന് കിടന്നതാണ്. ഉറങ്ങിപ്പോയതറിഞ്ഞില്ല. ഫോൺ ചെവിക്കരികിൽ വെച്ച് ഹലോ പറഞ്ഞതും മറുതലയ്ക്കിൽ നിന്നുള്ള അമ്പരപ്പോടെയുള്ള സ്വരം അയാളുടെ ഉറക്കച്ചടവിനെ മാറ്റിയിരുന്നു. പ്രസാദ് ഏട്ടാ, തൻ്റെ പെണ്ണിന് എന്താ പറ്റിയേ? ബാക്കി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അയാൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. ഉടനെ ഫോൺ എടുത്ത് അവളെ ഗീതുവിനെ വിളിച്ചു. ബെല്ലടിക്കുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. രാവിലെ വണ്ടിയുമായി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. സ്കൂളിൽ എത്തിയിട്ടുണ്ടാവില്ലായിരിക്കും. ബാഗ് വണ്ടിക്കുള്ളിലാണല്ലോ. എത്തിയിട്ട് തിരിച്ചു വിളിക്കുന്നതും കാത്ത് അയാളിരുന്നു. രാവിലെ 9 മണിയാകുമ്പോഴേക്ക് മേരി ടീച്ചർ സ്കൂളിലെത്തിയിട്ടുണ്ടാവും. അപ്പോഴേക്ക് സ്കൂൾ തുറന്ന് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ തൂത്തുവാരി തുടങ്ങും. ഫസ്റ്റ് ട്രിപ്പിന് വരുന്ന കുട്ടികളെ നോക്കേണ്ട ചുമതല മേരി ടീച്ചർക്കാണ്. 9:45 എല്ലാ കുട്ടികളും അധ്യാപകരും സ്കൂളിലെത്തും. അങ്ങനെയിരിക്കുമ്പോൾ ഗീതു ടീച്ചർ പരിഭ്രമത്തോടെ സ്റ്റാഫ് റൂമിലേക്ക് ഓടിക്കയറി തല കയ്യിൽ താങ്ങിയിരുന്നു. എല്ലാവരും ചുറ്റും കൂടി നിന്നു. എന്താ പറ്റിയ ഗീതു? ഞങ്ങൾ ഓരോരുത്തരും മാറി മാറി ചോദിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആളുടെ സ്വതയുള്ള പൊട്ടിച്ചിരിയോടെ സംഭവം വിവരിക്കാൻ തുടങ്ങി. അവിട്ടുതേറ് ജംഗ്ഷനിൽ വഴി ബ്ലോക്കായി 2 മിനിറ്റ് വണ്ടി കിടക്കേണ്ടി വന്നു. എൻ്റെ തൊട്ടു മുമ്പിൽ ഒരു മീൻകാരൻ്റെ 2 വീലറായിരുന്നു. ബ്ലോക്ക് മാറിയതും അയാൾ മീൻകാരൻ്റെ ശൈലിയിൽ ഉറക്കെ കൂവിക്കൊണ്ട് വണ്ടിയെടുത്തു. തൊട്ടു പിന്നാലെയുള്ള ഞാനും മീൻകാരൻ്റെ അതേ സ്റ്റൈലിൽ തന്നെ ഉറക്കെ കൂവിക്കൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. പിന്നെ സ്കൂളെത്തുന്നതുവരെ ഇടയ്ക്കിടയ്ക്ക് കൂവിക്കൊണ്ടാണ് വന്നത്. സ്കൂളിൻ്റെ പടിക്കൽ എത്തുവോളം ഇത് തുടർന്നു. ഗീതു ടീച്ചർ ഇത് പറഞ്ഞതും എല്ലാവരും ഉറക്കെ പൊട്ടിച്ചിരിച്ചു പോയി. ഇത് കേട്ട് കുട്ടികളൊക്കെ എത്തി നോക്കുന്നുണ്ടായിരുന്നു. ടീച്ചറുടെ ബാഗിലെ ഫോൺ ബെല്ലടിച്ചപ്പോൾ എല്ലാവരും ചിരി നിർത്തി. ടീച്ചർ ഫോൺ എടുത്തു. പ്രസാദേട്ടനായിരുന്നു അത്. വഴിയിൽ വെച്ച് കൂവൽ കേട്ട കാര്യം പ്രസാദേട്ടനെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞെന്നും എന്താണ് ഉണ്ടായതെന്നും അറിയാനായിട്ടായിരുന്നു പ്രസാദേട്ടൻ വിളിച്ചത്. ഉണ്ടായ കാര്യം പ്രസാദേട്ടനോട് വിശദീകരിക്കുമ്പോൾ വീണ്ടും വീണ്ടും പൊട്ടിച്ചിരികൾ ഉയർന്നുകൊണ്ടിരുന്നു. താൻ 2 ദിവസം മുൻപ് കണ്ട സ്വപ്നം അപ്പോഴാണ് ഗീതു ടീച്ചർ എല്ലാവരോടും പറഞ്ഞത്. സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞ് ഡിവിഷൻ പോയപ്പോൾ അധ്യാപകർ മീൻ കച്ചവടം തുടങ്ങാൻ തീരുമാനിച്ചതും അങ്ങനെ മീൻ വിൽക്കാൻ പോയതും എല്ലാവരും കൂട്ടച്ചിരിയോടെ അസംബ്ലിക്കായി മുറ്റത്തേക്കിറങ്ങി. പിന്നെ കുറേ ദിവസത്തേക്ക് ഗീതു ടീച്ചറെ കാണുമ്പോൾ അധ്യാപകർ മീൻകാരൻ കൂവുന്നത് പോലെ കൂവി എന്നുറക്കെ കൂവി കളിയാക്കിയിരുന്നു. ഞങ്ങൾക്ക് ചിരിക്കാൻ അടുത്ത കാരണം കിട്ടുന്നതുവരെ അത് തുടർന്നുകൊണ്ടിരുന്നു.